ഏറ്റവും വലിയൊരു ഭാഗ്യം ചെയ്ത ഒരാളാണെന്ന് ഈ നിമിഷത്തിൽ എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ലാലേട്ടന്റെ മുമ്പിൽ വീണ്ടും എവിക്റ്റ് ആയിട്ട് വന്ന് എനിക്ക് വലിയ ഭാഗ്യമല്ലേ, 2 പ്രാവശ്യം കിട്ടിയില്ല. 2 വട്ടം ലാലേട്ടന്റെ ഒപ്പം സംസാരിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. അത് വലിയൊരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഞാനൊരു ഗസ്റ്റ് ആയിട്ട് തന്നെയാണ്. ആദ്യ ആഴ്ച പോയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അവിടെ നിൽക്കാമായിരുന്നു തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്ത് പറ്റി പിന്നെ? കാരണം ആദ്യ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ കയ്യിൽ നിന്ന് പോയി. അത് കയ്യിൽ നിന്ന് പോയി. അതായത് പോയപ്പോഴും ഞാൻ വളരെയധികം കൺട്രോൾഡ് ആയിട്ടാണ് ഞാൻ പിടിച്ചിരുന്നത്. എങ്ങനെയുണ്ട് ഇപ്രാവശ്യം പോയിട്ട്? അവിടെ ഇപ്രാവശ്യം പോയിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരാണ്. ഞാൻ പെട്ടെന്ന് ചോദിക്കണം, അൻസിബ ആദ്യം സൈലന്റ് ആയിട്ട് പ്ലേ ചെയ്യുന്ന ഒരു സേഫ് സോണിൽ സഞ്ചരിക്കുന്ന ഒരു ഗെയിമർ. അങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ നിന്നിട്ട് കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അൻസിബ ഇപ്പോ ചെറിയ രീതിയിൽ ഫയർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അൻസിബ ഇനിയും പുറത്തോട്ട് വരും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പിന്നെ മാത്രമല്ല ശ്രീതു സേഫ് സോണിൽ സഞ്ചരിക്കുന്ന ഒരു ഗെയിമറായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഞാൻ അവിടെ ചെന്ന് ഇരുന്നിട്ട് ഞാൻ വെട്ടിൽ വീഴുന്നായിരുന്നു പേടി. കാരണം അത്രയും ഫയറുള്ള ഒരു കുട്ടിയാണ് ശ്രീതു. അപ്പൊ ശ്രീതുവിനും കളിക്കാനുള്ള ഒരു ജിൻഡോ വീണ്ടും ഭയങ്കര കരച്ചിലാണ്. എന്താണ് ജിൻഡോയെ പറ്റി? ജിൻഡോയ്ക്ക് ഒരു മാനസികമായ അത്ര ഒരു ബന്ധം? ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജിൻഡപ്പൻ. ഞാനാണ് അവന് ജിൻഡപ്പൻ എന്ന് പേരിട്ടത്. എനിക്ക് എന്തോ ഞങ്ങള് അവസാനത്തെ 2 ദിവസങ്ങളിലായിട്ടാണ് കൂടുതൽ അടുത്ത് പോയത്. കഴിഞ്ഞ എവിക്ഷനിൽ ജയിലാണ് ഞങ്ങൾക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായത്. ആ ജയിലില് പ്ലെയർ ജിൻഡോ എങ്ങനെയുണ്ട്? ജിൻഡോ അടിപൊളിയാണ്. ജിൻഡോ ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിലുള്ള ആളുകൾ മുഴുവൻ കരുതിയിരിക്കുന്നത് ജിൻഡോ ഒരു ബുദ്ധിയില്ല, മണ്ടനാണ് എന്നൊക്കെ തെറ്റായ ധാരണ വെച്ചിട്ടുള്ള ആൾക്കാരാണ് അതിൻ്റെ ഉള്ളിലെ ആൾക്കാർ. പക്ഷെ എനിക്ക് തോന്നുന്നു ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ബുദ്ധി പ്രയോഗിക്കുന്ന ഒരാള് ജിൻഡപ്പനാണ്. ജിൻഡപ്പന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ജിൻഡപ്പൻ ഉള്ളിൽ വിചാരിച്ചതല്ല പുറത്തേക്ക് വരുമ്പോ എന്റെ പഴയ പാട്ട് പോലെ ആവാ ഉണ്ടാ 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 എന്ന് പറഞ്ഞിട്ടുള്ള. ഈ നോറ എന്ന് പറയുന്നത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലേ? എന്താണ് ആ കുട്ടി എപ്പോഴും ഇങ്ങനെ ലാലേട്ടാ? ഞാൻ വേറെ കാര്യം പറയട്ടെ. ഞാൻ ആദ്യം എവിക്ഷനിൽ നിൽക്കുമ്പോൾ എനിക്ക് ഞാൻ ഇപ്പൊ സത്യം പറയാൻ ലാലേട്ടൻ്റെ അടുത്ത് എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു. ഞാൻ പോവില്ല, കാരണം ഞാനിവിടെ പണിയെടുത്ത ഒരാളല്ലേ, ഞാൻ പോവില്ല എന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചത് നോറ പോവും എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നോറ അന്ന് പോയില്ല. അന്ന് പോയത് ഞാനാണ്. എന്റെ നെഗറ്റീവ് ഗെയിമിന്റെ പ്രശ്നം തന്നെയാണ്. പക്ഷെ നോറ അവിടുന്ന് ഒരുപാട് ഫയറായിട്ട് കയറി വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സങ്കടം എന്ന് പറഞ്ഞില്ലേ, ആ കുട്ടിയുടെ കൂടപ്പുറപ്പാണ് ആ സങ്കടം സെന്റിമെന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ആ കയ്യിൽ കിട്ടുന്ന ടാസ്ക് ഉണ്ടല്ലോ, ആ ടാസ്ക് ഏറ്റവും രസകരമായി ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. ആ കുട്ടി എല്ലാം സീരിയസ് ആയിട്ട് എടുക്കുന്നു. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഇതിന്റെ വിന്നറായിട്ട് മാറാൻ എന്തൊക്കെ ത്യാഗം ചെയ്ത് എന്തൊക്കെ സഹനത്തിൽ കൂടെ അല്ലേ പോകാൻ പറ്റുള്ളൂ? തീർച്ചയായിട്ടും. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഗെയിമായിട്ടാണ് പലരും കാണുന്നത്. ഇത് ഒരു സ്ക്രിപ്റ്റഡ് ഷോയേ അല്ല. ഞാൻ എവിക്റ്റ് ആയി പോയതിനു ശേഷം ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചത്, എന്റെ നാട്ടിലെ ആൾക്കാരൊക്കെ വിളിച്ച് ചോദിച്ചതാണ് ഇതൊരു സ്ക്രിപ്റ്റഡ് ഷോ ആണോ. ഞാൻ ജയിലിൽ മറ്റേ ജിൻഡപ്പന് ഞാൻ തമ്മിലുള്ള കാര്യങ്ങൾ. അപ്പോ അത് ആൾക്കാർ പറഞ്ഞത് ഒരു ചെറിയൊരു സ്കിറ്റ് കാണുന്ന പോലെ അല്ലെങ്കിൽ ചെറിയ സിനിമകളിലെ ചെറിയ രംഗങ്ങൾ കാണുന്ന പോലെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. അത് സ്ക്രിപ്റ്റഡ് ആയിരുന്നു എന്ന് എന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല. അതായത് അതാണ് ബിഗ് ബോസ്. അത് ഇത്രയും കോടികൾ ചെലവാക്കിയിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയിട്ട് ഈ 19 പേരെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് വിടുന്നത്. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരാളായിട്ടൊരു ബന്ധമില്ല, ഒരു സ്ക്രിപ്റ്റും ഇല്ല. നമ്മുടെ കയ്യിലാണ് നമ്മുടെ സ്ക്രിപ്റ്റ്. നമ്മൾ ഉണ്ടാക്കുന്നത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്ത് വേണമെങ്കിലും ആവാം. ഇത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേറൊരു ലെവലിലൊരു ഷോ ആണ്. എനിക്ക് കളിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും നിങ്ങളുടെ ആഗ്രഹപ്രകാരം വീണ്ടും വരാൻ സാധിച്ചു. അത് തന്നെ വലിയൊരു കാര്യമല്ലേ? വലിയ കാര്യം. എന്തായാലും ഇനി മുന്നോട്ടുള്ള യാത്രയിലും നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്. വളരെയധികം സന്തോഷം.